പോയ കാലത്തിലെ നമ്മുടെ ജാതി ചരിത്രമെടുത്ത് പഠിച്ചാൽ ഏത് കഠിന മനുഷ്യൻ്റെയും ഹൃദയത്തെ തകർക്കുന്ന, ഹൃദയത്തെ അലിയിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. തൊലിയുടെ നിറം കറുത്തതുകൊണ്ട്, പാടത്ത് പണിയെടുക്കേണ്ടി വന്നതുകൊണ്ട്, അടിമ എന്ന വ്യവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നതുകൊണ്ട്, ചെറിയ കുടിലുകളിൽ ഉണ്ടാകേണ്ടി വന്നതുകൊണ്ട്, നമുക്ക് പിമ്പെ നടന്നുപോയ, മൺമറഞ്ഞു പോയ മനുഷ്യർ അനുഭവിച്ച വേദനകളും യാതനകളും ഒരു മനുഷ്യനും പറഞ്ഞ് എഴുതി പൂരിപ്പിക്കുവാനോ ഫലിപ്പിക്കുവാനോ ഒരു മനുഷ്യനും ഫലിപ്പിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. അത്രയധികം വേദനാജനകമായ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. സാധാരണ ആളുകൾക്ക് വഴിയിലൂടെ നടക്കുവാൻ കഴിയാതെ പൊന്തക്കാടുകളിലൂടെ നടന്ന് കാട്ടിലെ എലികൾ നടക്കുന്നത് പോലെ ഒരു വശത്തൂടെ നല്ല റോഡുള്ളപ്പോൾ മറു സൈഡിൽ പൊന്തക്കാടുകളിൽ നിന്നും പൊന്തക്കാടിലൂടെ ഊർന്നിറങ്ങുന്ന മനുഷ്യൻ. അവർക്ക് സമൂഹത്തിന് മുമ്പിൽ വരുവാൻ കഴിയുകയില്ല. എന്തിനേറെ പറയുന്നു, ഉപ്പ് എന്ന് പറയുന്ന വസ്തു പോലും കടകളിൽ നിന്ന് ലഭിക്കുവാൻ കഴിയാതിരുന്ന കാലഘട്ടം. ആ കാലഘട്ടം നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന കാലഘട്ടമാണ്. കടയിൽ പോയാൽ, ഒരു ടീ ഷോപ്പിൽ ചെന്നാൽ അവന് ഗ്ലാസ്സിൽ കുടിക്കുവാൻ കഴിയാത്ത കാലഘട്ടം. മറ്റുള്ളവരോടൊപ്പം ബെഞ്ചിൽ ഇരിക്കുവാൻ കഴിയാത്ത കാലഘട്ടം. ചിരട്ടയിൽ ചായ കൊടുക്കുന്ന, നിലത്ത് കുഴിയുണ്ടാക്കി അവന് ആഹാരം കൊടുക്കുന്ന കാലഘട്ടം. സാധാരണ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അസംസ്പഷ്ടമായ ശബ്ദമുണ്ടാക്കി മേൽജാതിക്കാരൻ വരുന്നുണ്ടെങ്കിൽ വഴിമാറിക്കൊടുക്കേണ്ട കാലഘട്ടം. നിസാര കുറ്റത്തിന് പലർ കൊല ചെയ്യപ്പെട്ടു. നിസാര കുറ്റത്തിന് ഹീനമായ പ്രാകൃതമായ മർദ്ദനമുറകൾക്ക് ഇരയാക്കേണ്ടി വന്ന കാലഘട്ടം. അത് വളരെ ഏത് ഹൃദയത്തെയും തകർക്കുന്നതാണ്. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ജാതി വ്യവസ്ഥകളും, ഇവിടെ താഴ്ന്ന ആളുകൾ എന്ന് പറയപ്പെട്ടവരോട് കാണിക്കുന്ന വിവേചനവും കണ്ടിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, കേരളം ഒരു ഭ്രാന്താലയമാണ്, ഇവിടെയുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ് എന്ന്. മറ്റൊരു തരത്തിൽ ഇന്നതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അദ്ദേഹം അങ്ങനെയൊരു പ്രസ്താവന നടത്തുവാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് അക്കാലത്തിൽ ഇവിടെ സംജാതമായിരുന്ന ജാതി വ്യവസ്ഥകളുടെ നീക്കുപോക്കില്ലാത്ത മ്ലേച്ഛകരമായിട്ടുള്ള ഈ പ്രവർത്തന രീതികൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നത്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വർണ്ണാശ്രമ ധർമ്മത്തിൽ പറയുന്നത് വ്യത്യസ്തമായ ചിന്തകളാണ്. മനുഷ്യ സമൂഹത്തെ ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് വർണ്ണാശ്രമ ധർമ്മത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, ബ്രാഹ്മണനെ മുഖത്തു നിന്ന് സൃഷ്ടിച്ചുവെന്നും, ക്ഷത്രിയനെ കൈകളിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നും, വൈശ്യനെ തുടകളിൽ നിന്നും, ശൂദ്രനെ പാദങ്ങളിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്നാണ്. ഇത് തന്നെ ആയിക്കൊള്ളട്ടെ. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, മനുഷ്യനെ ദൈവം തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് തന്നെയാണ്. അവിടെ കൂടിയവനെന്നോ കുറഞ്ഞവനെന്നോ, ജാതി ശ്രേഷ്ഠനെന്നോ ജാതിയിൽ താഴ്ന്നവനെന്നോ അത് വേദപുസ്തക ധർമ്മത്തിൽപ്പെട്ട കാര്യമല്ല. ഇന്ന് പുരാതന കാലഘട്ടത്തെ കഴിഞ്ഞും അധികം ജാതി ചിന്തകൾ, ജാതി ആചാരങ്ങൾ ഇതുപോലെ വേര് പിടിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണെന്നും ചിന്തകന്മാരുടെ അഭാവമെന്നും നവോത്ഥാനം കടന്നു വന്നിട്ടില്ല എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്നോ മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നു കഴിഞ്ഞു. മനുഷ്യൻ അറിവിൻ്റെ പൂർണ്ണതയുടെ
പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞു. പക്ഷെ ഇന്നും മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്രയധികം ജാതീയ ചിന്ത, വംശീയ ചിന്ത ഇതുപോലെ പിടിപ്പെട്ട ഒരു കാലഘട്ടമുണ്ടോ? അപകടകരമായൊരു പോക്കിലൂടെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇന്ന് ഓരോ ജാതികൾക്കും ഓരോ പാർട്ടികൾ, ഓരോ സമുദായങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ അവരുടെ പാർട്ടികൾ മറ്റുള്ളവനെ, മറ്റു സമുദായക്കാരനെ, മറ്റ് ജാതിയിൽപ്പെട്ടവനെ ഒരു ജാതിക്കാരനെ കണ്ടുകൂടാ. കൊള്ളകൾ, ബലാത്സംഗങ്ങൾ, തകർച്ചകൾ, എന്തെല്ലാം ഭീകരമായ വാർത്തയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പുരാതന കാലത്തെ ജാതീക കാലഘട്ടത്തിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹം പാഞ്ഞ് തിരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ജാതീക വ്യവസ്ഥയെക്കുറിച്ചും മനുഷ്യനെ ഡിവൈഡ് ചെയ്യുന്ന ഈ അതിപ്രാകൃതമായ ചിന്തയെക്കുറിച്ചും വിശുദ്ധ തിരുവെഴുത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. പറയുന്നത് ദൈവം മുഖത്ത് നിന്നും, കയ്യിൽ നിന്നും, കാലിൽ നിന്നും ഒന്നുമല്ല മനുഷ്യനെ ഉളവാക്കിയത്. ബൈബിൾ പറയുന്നു, തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അതാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. ഒരിക്കലൊരു മനുഷ്യൻ ചോദിച്ചു, നിൻ്റെ ദൈവം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ആ മനുഷ്യൻ്റെ മറുപടി, എൻ്റെ ദൈവം എന്നെ പോലിരിക്കും, എൻ്റെ ദൈവം നിന്നെ പോലിരിക്കും. അപ്പോൾ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. മറ്റൊരിടത്ത് പറയുന്നത് ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ ഒരുവനിൽ നിന്ന്, ഇംഗ്ലീഷിൽ അത് വൺ ബ്ലഡ് എന്നാണ്, ഒറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയെയൊക്കെയും ഉളവാക്കി. അതുകൊണ്ടാണ് ദൈവവചനം വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, എല്ലാവരും സകല മനുഷ്യരുടെ ഇടയിലും സഹോദര സ്നേഹമുണ്ടാകണമെന്നും പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം ബഹുമാനിക്കണമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിതാവ് ദൈവമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചപ്പാട്. ക്രിസ്ത്യാനി എന്ന പേരിന് ഒരാൾ യോഗ്യനാകുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് ഒരാൾക്ക് യോഗ്യത ഉണ്ടായിരിക്കണമെങ്കിൽ ജാതീക ചിന്തകൾ, ജാതീക വ്യവസ്ഥകൾ, തരിമ്പ് ലവലേശമെങ്കിലും അകത്തുള്ള ഒരാൾക്ക് ക്രിസ്ത്യാനി എന്ന പേരിന് അവൻ യോഗ്യനല്ല. ഞാൻ അല്പം കൂടെ കടന്നു പറയുവാനുള്ള ധൈര്യം കാണിക്കട്ടെ. ജാതീക ചിന്തകൾ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ മറ്റീ സമൂഹം പറയുന്ന ഏത് പിരിവിൽപ്പെട്ട ആളുകളുമായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു ചിന്ത ഒരാളുടെ ഉള്ളിൽ അറിയാതെയെങ്കിലും രൂഢമൂലമായി കിടപ്പുണ്ടെങ്കിൽ അവന് ഒരിക്കലും ക്രിസ്ത്യാനി എന്ന് പേർ വിളിക്കാൻ യോഗ്യനല്ല. അവനല്ല ക്രിസ്ത്യാനി. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്താണ്? അത് സാഹോദര്യത്തിൻ്റേതാണ്, അത് സഹകരണത്തിൻ്റേതാണ്. ഈ കോണ്ടസ്റ്റിലാണ് പഴയ നിയമത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. അത് സഹോദരന്മാർ എന്ന തത്വമാണ്. സകല മനുഷ്യൻ്റെയും സൃഷ്ടിതാവ് ദൈവമാണ് എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഉപദേശങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ഇന്ന് നമ്മുടെ സഭകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാണ് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, കളറിൻ്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപങ്ങളാണ്, എന്തൊക്കെ ചിന്തകളാണ് അടിഞ്ഞുകൂടുന്നത്. ഞാൻ ഇത് പറയുമ്പോഴും വളരെ വേദനയോടുകൂടി പറയട്ടെ, അകത്തളങ്ങളിൽ ഇങ്ങനൊരു ചിന്ത ഇത് കേൾക്കുമ്പോൾ അകത്തളങ്ങളിൽ താങ്കളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പടി കാണുവാൻ നമുക്ക് അവസരമുണ്ടായിരിക്കുകയില്ല.
ഇതാണ് ബൈബിൾ പറയുന്ന സത്യം. ക്രിസ്തുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് മുഴു ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഒരു വിഭാഗത്തിനു വേണ്ടിയോ ഒരു കൂട്ടർക്ക് വേണ്ടിയോ അല്ല എന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാം വരവിൻ്റെ ഘട്ടത്തെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം പറഞ്ഞു തുടങ്ങിയത്, ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ സാത്താൻ്റെ ഉപായത്തിൽ കുടുങ്ങി അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവിക തേജസ് അവനെ വിട്ടുപോയി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് വളരെ മനോഹരമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ദൈവത്തോട് കൂടെ നടക്കുക, ദൈവവുമായി എല്ലാ കാര്യങ്ങളിലും സംസർഗങ്ങളിൽ ഏർപ്പെടുക എന്നൊക്കെയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ സാത്താൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ സാത്താനെക്കുറിച്ച് പിശാചെന്നൊക്കെ പറയുമ്പോൾ കെട്ടുകഥകളായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭീതിപ്പെടുത്തുന്ന ഉഗ്രരൂപിയായ ഉണ്ടുള്ള തീ നിറമുള്ള മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു വികൃത രൂപിയായിട്ടാണ് ലോകം പിശാച് എന്ന പദത്തെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന, തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന സാത്താൻ അല്ലെങ്കിൽ പിശാച് എന്ന് പറയുന്നത് അവൻ്റെ രൂപത്തിലെ വിരൂപത കൊണ്ടല്ല, മറിച്ച് സകല തിന്മകളുടെയും മൂർത്തിഭാവം എന്ന അർത്ഥത്തിലാണ് പിശാച് എന്ന് പറയുന്നത്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം എടുക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ പുറമേ കാണുന്നതല്ല, ഭീകരരൂപി എന്ന അർത്ഥത്തിലല്ല സാത്താൻ എന്ന് ബൈബിൾ പറയുന്നത്. മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന, മനുഷ്യരിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, ലോകത്തിൽ അസമാധാനമിടുന്ന ആ അദൃശ്യമായ, ആ വികൃതമായ, തിന്മയുടെ മൂർത്തിഭാവമായ ആ ശക്തിയെക്കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ കണിയിലകപ്പെട്ട മനുഷ്യൻ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. ദൈവിക കൽപ്പനകൾ ലംഘനമായി വന്നപ്പോൾ അവനിൽ നിന്ന് ദൈവ തേജസ്, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടു. നിറയെ ഇരുട്ടുള്ള മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് പെട്ടെന്ന് അത് അണഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരിരുട്ട് പോലെ മനുഷ്യൻ ദൈവിക സംസർഗത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ തേജസ്, വെളിച്ചം മാറി വലിയ ഒരു ഇരുട്ട് മനുഷ്യനിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. അതോടുകൂടെ മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവും കൂട്ടായ്മകളും അതുപോലെ തന്നെ എല്ലാം നഷ്ടമാകുവാനിടയായി. അതിനപ്പുറത്ത് നിത്യജീവനും മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടാനിടയായി. തന്നെയുമല്ല, ദൈവം സൃഷ്ടിച്ച തോട്ടത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടു എന്ന് ദൈവവചനത്തിൽ കാണുന്നു.